നിങ്ങളിപ്പോ ഇന്ന് രാവിലെ ഇവിടെ സമരം നടത്തിയ ആളുകളല്ലേ, പ്രതിഷേധ സമരം? രാവിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒളവണ്ണ പന്തീരങ്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. ഞങ്ങൾ രണ്ട് തവണ അതിൻ്റെ മുന്നേ ഇവിടെ സമരം നടന്നതാണ്. ഞങ്ങളുടെ പ്രധാന ആവശ്യം ഈ ടോൾ ബൂത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകളെ ടോൾ പിരിവിൽ നിന്ന് ടോൾ ചാർജ് ഈടാക്കുന്നതിൽ നിന്ന് ഈ പ്രദേശത്തുകാരെ ഒഴിവാക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ മലയാളികളാണ്. നിങ്ങൾ ഹിന്ദി തമിഴൊക്കെ പഠിച്ചാ? ലോടാത്തോടെ പഠിച്ചുകൊണ്ടിരിക്കണില്ലേ? സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞാനുള്ളത് കോഴിക്കോട് ടോൾ ഗേറ്റിൽ. കോഴിക്കോട് ടോൾ ഗേറ്റ് ഇന്ന് രാവിലെ 8 മണി മുതൽ പൈസ പിരിക്കാൻ തുടങ്ങി കേട്ടോ. അതിൻ്റെ ലൈവുകളൊക്കെ ഞാൻ വിട്ടിരുന്നു. അപ്പോൾ മൊത്തത്തിലുള്ള കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. കോഴിക്കോട് ടോൾ ഗേറ്റ് ഇന്ന് രാവിലെ 8 മണിക്ക് ഉദ്ഘാടനമാണെന്ന് പറഞ്ഞ് ഉദ്ഘാടനത്തിന് കറക്റ്റ് സമയത്ത് ഇവർ തയ്യാറെടുക്കുമ്പോൾ പ്രതിഷേധ സമരക്കാരൊക്കെ വന്ന് സംഭവം ആ സമയത്തുള്ള കാഴ്ചകളാട്ടോ. പ്രതിഷേധ സമരക്കാരൊക്കെ അവർ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്തായാലും 1 മണിക്കൂർ സംഭവ ബഹുലമായ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. അതൊക്കെ ഏകദേശം നീങ്ങി വീണ്ടും ഒരു 9 മണിയോട് അടുത്തിട്ട് 8:45 കൂടി അവർ ടോള് പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടോള് പിരിക്കാൻ തുടങ്ങി. അതിൻ്റെ ബാക്കിലുള്ള കാഴ്ചകളാട്ടോ. ആ പ്രതിഷേധ സമരങ്ങളൊക്കെ കൂടിയായിട്ട് ബാക്കിൽ ഒരുപാട് വാഹനങ്ങൾ ബ്ലോക്കായി. ഇത് ഒക്കെ കൂടി രക്ഷപ്പെടണമെങ്കിൽ പ്രശ്നമാവും. ഇനിയിപ്പോൾ ഈ വാഹനത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഈ ടോളിനെ കുറിച്ചുള്ള നെഗറ്റീവ് എന്തായാലും അവരുടെ കമൻറ്റിലൊക്കെ ഉണ്ടാകും. ഇവരൊക്കെ ഒരുപാട് നേരമായിട്ടോ, കുറേ ആളുകൾ അരമണിക്കൂറിലേറെയായി ആ ബാക്കിലുള്ള വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് ഇപ്പം ഓരോന്ന് ടോളിലിങ്ങനെ രക്ഷപ്പെട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് എന്തായാലും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. ആകെക്കൂടി ഇവരുടെ പൈസ വാങ്ങാനുള്ള മൂഡ് പോയി നമ്മുടെ ടോളിൻ്റെ ആളുകളുടെ. അതുകൊണ്ട് ഇപ്പോൾ ഒക്കെ ഒന്ന് ഡിലേ ആയിക്കൊണ്ടാണ് പോകുന്നത്. ഇപ്പം ഒന്ന് സ്പീഡാണോ. നിറയെ പോലീസുകാരുണ്ട് കേട്ടോ. ഇവരൊക്കെ കൂടിയാണ് ഫുള്ള് എല്ലാവരും അറസ്റ്റ് ചെയ്ത് മൊത്തം നീക്കി. കുറേ ആളുകളുണ്ടേനി. ഇപ്പോൾ ഇവിടെ ജോലിക്ക് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കിട്ടിയ ലേഡീസ് അവിടെ ജോലി ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ ജോലികളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടോൾ ഗേറ്റിൽ എങ്ങനെയൊക്കെ പിരിപ്പിക്കുന്നത് നോക്കാം. എന്തായാലും തിരക്കൊക്കെ ഒന്ന് ഒയ്യട്ടെ, എന്നിട്ട് വേണം നമുക്ക് ടോളിൻ്റെ പിരിപ്പിക്കുന്ന കാഴ്ചകളും എല്ലാം ഒന്ന് കാണിക്കാൻ. അപ്പോൾ സ്നേഹിതന്മാരെല്ലാവരും ലൈക്ക് ചെയ്യട്ടോ. പ്രതിഷേധത്തിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ മഠത്തിൽ അസീസ് ഖാനെ അറിയാത്തവരാരുണ്ടോ? മൂപ്പര് ഒരു ഒറ്റയാൾ പ്രതിഷേധം ഇവിടെ നടത്തുന്നുണ്ട്. സൈലൻ്റാണ്, ഒരു പ്രശ്നമില്ല, ബോർഡൊക്കെ പിടിച്ചിട്ട്. മൂപ്പര് ഇന്നലെ രാത്രി എപ്പോൾ തുടങ്ങിയാന്നൊക്കെ അറിയില്ല. എന്തായാലും സർവീസ് റോഡ് ഇല്ലാത്തതിനെ പറ്റിയിട്ടാട്ടോ പ്രതിഷേധം. ഇതന്നെ കാരണം. നമ്മുടെ NH-66 മുകളിൽ കൂടി സൈഡിൽ കൂടി ഈ ടോളിൻ്റെ അവിടെ സർവീസ് റോഡില്ല. സർവീസ് റോഡ് ഇല്ലാത്ത കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വാഹനങ്ങളും അതിലേ പോകും, ടോളിൽ കൂടിയേ പോകില്ല. പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ളൊരു വിഷയം ഇവിടെ ആ ഭാഗത്തുള്ള ടോളിൻ്റെ നമ്മുടെ മെട്രോൻ്റെ അവിടെ നിന്ന് വരുന്ന ഈ ഭാഗത്ത് സർവീസ് റോഡ് ആകെ 8 ഫൂട്ടറ്റുള്ളൂ. അവിടുന്ന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൽ നിർബന്ധം ഇവിടെയുള്ള ആളുകൾക്ക്. അല്ലാതെ ഇതിലെ ഒരുപാട് കിലോമീറ്ററൊക്കെ സഞ്ചരിച്ച് ജനങ്ങൾക്ക് ഇത്ര ഒരുപാട് ബുദ്ധിമുട്ടല്ലേ വരുന്നത്. അതിന് വേണ്ടിയൊക്കെ ആയിട്ട് അവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഏതായാലും ടോൾ ബൂത്തിൽ ചില നേരം ആളുകൾ കച്ചറ കുറ്റിച്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഏതായാലും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവട്ടോ. ബ്ലോക്ക് കൂടുമ്പോൾ ഡ്രൈവർമാർക്ക് ഹീറ്റ് കൂടും, അങ്ങനെ ഒരു ഒച്ചുണ്ടാക്കും. ടോള് ഇപ്പം വാങ്ങാതെ വിടുകയാണല്ലോ. ഇതെറ്റി ഓർഡർ കിട്ടിയോ? യെസ് അത് തന്നെ ആയിരിക്കും കേട്ടോ. ബ്ലോക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നാട് മൊത്തം ബ്ലോക്കായി പോകും. അവിടെ ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡ്, ഈ വലിയ റോഡ് ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ പന്തീരങ്കാവ് സർവീസ് റോഡ് ബ്ലോക്കായി കഴിഞ്ഞാൽ പന്തീരങ്കാവ് ടൗണ് ബ്ലോക്കാവും. പന്തീരങ്കാവ് അങ്ങനെ ഓരോ കണക്ഷൻ ഇങ്ങനെ വരും. നാട് മൊത്തം ബ്ലോക്കാവും. അതിന് വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് നേരത്തേക്ക് ടോൾ വാങ്ങിക്കാതെ അവർ തുറന്നു വിടുകയാണ്. ഏതായാലും അറസ്റ്റ് ചെയ്ത ആളുകളൊക്കെ ചെറിയൊരു പേരിനുള്ള അറസ്റ്റ് ആയിരിക്കില്ലേ. അതൊക്കെ
പ്രതിഷേധങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവില്ലേ, ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വാഹനങ്ങൾ പെട്ടെന്ന് അവിടെ പോയപ്പോൾ ഏകദേശം മൊത്തം ഒന്ന് ലൂസായി വരുന്നുണ്ട്. ചില ട്രാക്കിലുള്ളവർക്ക് അതിൻ്റെ ഇത് മനസ്സിലായില്ല, അതുകൊണ്ട് അവിടെ ഇപ്പോൾ ചില ട്രാക്കിൽ ഇപ്പോഴും പൈസ വാങ്ങുന്നുണ്ട്. ഇതൊക്കെ ലക്കിയാട്ടോ. ചില നേരം ആ തലക്കൽ നിൽക്കുന്ന ആളുകളോടൊക്കെ പൈസ എപ്പോഴും വാങ്ങുന്നുണ്ട്. ഈ സൈഡിൽ കൂട്ടിയുള്ളവരെ പെട്ടെന്ന് തുറന്നു വിടുന്നുണ്ട്. എന്തായാലും 130, 150 കൊടുക്കാതെ ഈ ഭാഗത്തുള്ളവർ കഴിച്ചിലായി. അവിടെ ഈ 2 ട്രാക്കിൽ വാങ്ങാതെ പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ. ആ സൈഡ് ട്രാക്കിൽ മൊത്തം വാങ്ങുന്നുണ്ട്. ഏതായാലും ഒരു കുഴപ്പമില്ല, ഒരു ദിവസം എന്തായാലും കൊടുക്കണ്ടേ. അപ്പോൾ ഒരു നേരത്തെ ഒന്ന് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ സമരം നടത്തിയ ആളുകളല്ലേ, പ്രതിഷേധ സമരം? രാവിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒളവണ്ണ പന്തീരങ്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. ഞങ്ങൾ രണ്ട് തവണ അതിൻ്റെ മുന്നേ ഇവിടെ സമരം നടന്നതാണ്. ഞങ്ങളുടെ പ്രധാന ആവശ്യം ഈ ടോൾ ബൂത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകളെ ടോൾ പിരിവിൽ നിന്ന് ടോൾ ചാർജ് ഈടാക്കുന്നതിൽ നിന്ന് ഈ പ്രദേശത്തുകാരെ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ സ്ഥലം വിട്ടുകൊടുത്ത ആളുകളാണ്. പൈസ തന്നിട്ടുണ്ടെങ്കിൽ കൂടി വികസനം വരുന്നതിൻ്റെ ഭാഗമായി അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. 2, ഈ ടോൾ ബൂത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള സർവീസ് റോഡുകൾ ഇനിയും പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. സർവീസ് റോഡ് അപൂർണമായി നിൽക്കുന്ന യാഥാർത്ഥ്യം ഈ ടോളിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിലെ കടന്നു പോകുന്ന ഒരു പാലുണ്ട്, ബ്രിഡ്ജുണ്ട്. ആ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണി എവിടെയും എത്തിയിട്ടില്ല. അതിൻ്റെ അപ്പുറത്താണ് സർവീസ് റോഡ് നിൽക്കുന്നത്. സർവീസ് റോഡ് 10-200 മീറ്ററിലേറെ ദൂരത്തിൽ സർവീസ് റോഡ് കട്ടായി പരസ്പര ബന്ധമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സർവീസ് റോഡ് പണി പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ റോഡിലൂടെ ഇപ്പം ഒരു നിരോധിക്കപ്പെട്ട 2 വീലർ, 3 വീലർ, ഓട്ടോറിക്ഷ, 2 വീലർ അടക്കമുള്ള വാഹനങ്ങൾ ഈ NH-ലൂടെ യാത്ര ചെയ്യരുത് എന്നാണ് ഇവരുടെ നിയമം. പക്ഷേ ഈ സർവീസ് റോഡ് പൂർത്തീകരിക്കപ്പെടാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇതുവഴിയല്ലാതെ യാത്രാ സൗകര്യം അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇതുവഴി മാത്രമേ അവർക്ക് കടന്നു പോകാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ട്രാഫിക് ജാമുകളും ഒക്കെ ഇവിടെ നാളെ അനുഭവിക്കാൻ പോകുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ പ്രദേശത്ത് അത് തന്നെയല്ല, കടന്നു പോകുന്ന കമേഴ്ഷ്യൽ വാഹനങ്ങളോട് ഇവർ ഈടാക്കുന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഫൈനുകളാണ്. അതൊന്നും ഇതിൻ്റെ അകത്ത് ലിഖിതമായ പട്ടികയിൽ പെടാത്തത് കൊണ്ട് തന്നെ ടോൾ ബൂത്ത് നടപ്പിലാക്കുന്ന കരാറെടുത്ത കമ്പനികൾക്ക് തോന്നുംപടിയാണ് അതുമായി ബന്ധപ്പെട്ട പിരിവുകൾ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ആ അനൗചിത്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമായും സമരമുഖത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രധാന ആവശ്യം ഇതുവഴി കടന്നു പോകുന്ന ഈ സർവീസ് റോഡുകൾ പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ടോൾ പിരിവ് ആരംഭിക്കുക. ഇവിടെയുള്ള ആളുകൾക്ക് സൗജന്യമായി ഈ പ്രദേശത്തുകാർക്ക് സൗജന്യമായി കടന്നു പോകുന്നതിനുള്ള അനുമതി നൽകുക. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവിടെ ഈ മെട്രോ ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട 2 ആശുപത്രികൾ ഇതിൻ്റെ സമീപ പ്രദേശത്തുണ്ട്. ഹൈലൈറ്റ് പോലുള്ള വലിയ വൻകിട വ്യവസായ സ്ഥാപനം അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ഒട്ടേറെ ആളുകൾ പാലാഴിയിലായാലും കോവൂരായാലും രാമനാട്ടുകരായാലും പെരുവണ്ണയിലായാലും പന്തീരങ്കാവിലായാലും അവണ്ണയിലായാലും ഇന്നും നിലനിൽക്കുന്നു. ആ ആളുകൾക്ക് ഈ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും നിരമ്പതി എന്നോണം നിരന്തരം ദിവസത്തിൽ 2-3 തവണ കടന്നു പോകേണ്ട യാഥാർത്ഥ്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അവർക്കൊക്കെ ഇതുപോലെ ഈ നിശ്ചയിച്ച ടോള് കൊടുത്ത ഇതുവഴി കടന്നു പോകാൻ സാധിക്കൂ എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഈ പറഞ്ഞ ഈ പ്രദേശത്തുകാർക്ക് സൗജന്യമായും ഈ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിച്ചു ശേഷം മാത്രമേ ടോൾ പിരിവ് ആരംഭിക്കാവൂ എന്നതാണ് ഞങ്ങളുടെ സമരം. ഇന്ന് സമരം ചെയ്ത ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ അടക്കം പ്രവീൺ കുമാറിനടക്കം അറസ്റ്റ് ചെയ്ത് കൺട്രോൾ റൂമിൽ എത്തിച്ച് ഞങ്ങളെ ജാമ്യത്തിൽ വിട്ടുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഉള്ളത്. നാളെയും സമരം ആവർത്തിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ സമരം എന്തെങ്കിലും ഉണ്ടോ? ഇന്നില്ല. ഓക്കെ, ഞാൻ ഈ സർവീസ് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. അവിടെ വീതി കുറവിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ആകെ ഒരു 8 ഫൂട്ടൊക്കെ അല്ലേ ഉള്ളൂ. അവിടെ സർവീസ് റോഡ് തന്നെ ഇല്ലല്ലോ. അതില്ല, അവിടെ നിലവിലെ ഹൈവേന്റെ റോഡില്ല. ഹൈവേന്റെ ഒരു ലൈനില്ല. പാലാട്ട് താഴത്തു നിന്നാണ് നമ്മളെ സർവീസ് റോഡിലേക്ക് കയറുന്നത്. അവിടെ പാലായിക്ക് ഇപ്പോൾ ഒരു ബസ് വന്നാൽ പാലായിക്ക് കയറാൻ കഴിയില്ല. പിന്നെ ആ ബസ് നേരെ വന്ന് ഇവിടുന്ന് പന്തീരങ്കാവ് മണക്കടവ് മറ്റേ പെരുമണ്ണ പോയി തിരിഞ്ഞു വരണം. അതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ. ഇന്നിപ്പോ ഏതായാലും ഇനി പ്രതിഷേധമൊന്നും ഇല്ലല്ലോ. നാളെ രാവിലെ സമയത്ത് വരെ ഈ സമരത്തിന്റെ പിന്നിൽ ഞങ്ങളുണ്ട്. എന്തായാലും നല്ല ബ്ലോക്കാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ വരുത്തന്നെ വേണം. നല്ല ബ്ലോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പം നമ്മുടെ ഏകദേശം 11:30 ആയിട്ടോ. ഇപ്പം ടോൾ ഗേറ്റിൻ്റെ അവിടെ ഏകദേശം സ്മൂത്തായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫാസ്റ്റാഗ് ഉള്ളത് കൊണ്ട് വാഹനങ്ങൾ സ്പീഡിൽ അങ്ങനെ പോകുന്നു.
ബാക്കിയുള്ള പൈസ ഒക്കെ കൊടുക്കേണ്ടതും ആനുവൽ പാസ് അതുപോലെ മന്ത്ലി പാസ് ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബ്ലോക്കാട്ടോ അവിടെ കാര്യമായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് കാണുമ്പോൾ ബ്ലോക്ക് ഏകദേശം നമ്മുടെ പാലം വരെ ഉണ്ട്. അത് പെട്ടെന്ന് ഇങ്ങനെ ഫാസ്റ്റാഗ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കൈകാര്യം ചെയ്തോ. എന്തായാലും നമ്മുടെ സാറുമാരൊക്കെ ഇവിടെ തന്നെ എല്ലാവരും നിലയുറപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഓരോരുത്തർ ഇങ്ങനെ സംശയമൊക്കെ ചോദിക്കുമ്പോൾ കേട്ടോ പ്രശ്നം. ചില നേരം പൈസ കൊടുക്കാതൊക്കെ പോകുന്നുണ്ടല്ലോ. തോടാ ഹിന്ദിയൊക്കെ പഠിച്ചില്ലേ? എന്തായാലും നമ്മളെ മലയാളികളാണ്. നിങ്ങൾ ഹിന്ദി തമിഴൊക്കെ പഠിച്ചാ? തോടാത്തോടെ പഠിച്ചുകൊണ്ടിരിക്കണില്ലേ? ഇവിടെ എന്തായാലും ഇവിടെ ഫുള്ള് കൈകാര്യങ്ങൾ ഇവിടെയാണ്. അങ്ങോട്ടില്ല. ഏതായാലും സ്നേഹിതന്മാരെ, നമ്മുടെ ടോൾ ഗേറ്റ് ഇപ്പോൾ അതാ ആംബുലൻസിന് വേണ്ടിയിട്ട് ആ ട്രാക്ക് കാലിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇല്ല, എന്നാലും വാഹനങ്ങൾ അവിടെ വരുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആംബുലൻസിൻ്റെ കാര്യത്തിൽ എമർജൻസി ആയിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റിലെ ഓപ്പൺ ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.